ഇനി പാത്രങ്ങൾ ഒരു സൈഡ്, ഇത് വേറെ സൈഡ്. വീണണ്ണനെ ഓഫീസിലുണ്ട്, അമ്പാടിക്കാണെന്ന് വെച്ചാൽ സ്കൂളിലുണ്ട്. നമുക്ക് സ്കൂളും ഇല്ല ഓഫീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ന് മോർണിംഗ് റൊട്ടീനും ചെയ്താലോ എന്നൊരു ചെറിയൊരു ഐഡിയ വന്നപ്പോഴാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. പറഞ്ഞാൽ ചോറ് അടുപ്പിൽ, കറിയും അതാ അവിടെ ഗ്യാസിലാണ് കറി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് പണ്ടത്തെ പോലെ ഈ താഴ്ന്നിട്ടുള്ള അടുക്കളയെല്ലാം ഒക്കെ ചേഞ്ചായി പറഞ്ഞാൽ ഇത് വലിയ ആർട്ടിഫിഷ്യലായ നമ്മൾ നല്ല അങ്ങനെ ഭംഗിയാക്കിയതല്ല, ഉള്ളത് വെച്ചിട്ട് പഴയ വീട്ടിലെ എന്താണ് ടൈല് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ വെച്ചത് റെഡിയാക്കി. കുറച്ച് കല്ലുമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ പ്രവീണേട്ടൻ്റെ അമ്മ എല്ലാം സെറ്റാക്കി. ഇത് 2 ദിവസത്തെ പണിയാണ് ഈ ഒരു അടുക്കള റെഡിയായത് കേട്ടോ. റെഡിയായപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായില്ലേ, കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ ആയി, ഓണത്തിന് എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നൊക്കിപ്പോൾ എന്താണ് ശനിയാഴ്ചയാണ്. ഞങ്ങൾ പിള്ളേർക്ക് ആർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നുള്ളൂ. ഇനി എടുക്കുമെന്ന് എനിക്ക് അറിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ വെച്ചിപ്പോൾ ഞാൻ പട്ടുപാവാടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വീട്ടിൽ എന്താ 2 ഫ്രിഡ്ജ് എന്ന് വിചാരിക്കുന്നത്. ഒരു ഫ്രിഡ്ജ് വർക്കിംഗ് ഉള്ളൂ. ഇത് കേട് വന്നിരിക്കുകയാണ് ഫ്രിഡ്ജാണ് കേട്ടോ. ഒക്കെ വൃത്തിയാക്കി വരുന്നുള്ളൂ. ഇതെന്താ ഈ കുട്ടി അടുക്കള ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പറയണ്ട, രാവിലത്തെ ഈ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നീറ്റാക്കും. അതിൽ പച്ചപ്പട്ടാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അംഗനവാടിയിൽ കുറേ അമ്മമാരൊക്കെ കൂടെ ചേർന്നിട്ട് ഓരോ വീട്ടിൽ ഓരോ വിഭവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചോറ് വയ്ക്കും, എന്നിട്ട് ഓരോ വീട്ടിൽ ഓരോ വിഭവങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളൊരു സദ്യ തന്നെ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും ഞാൻ പോകാതെ പറഞ്ഞിരുന്നാണ്. പിന്നെ ഞങ്ങൾക്ക് ഓണാഘോഷമൊന്നുമില്ലല്ലോ. പ്രവീണണ്ണനെ ഓഫീസിലുണ്ട്, അമ്പാടിക്കാണെന്ന് വെച്ചാൽ സ്കൂളിലുണ്ട്. നമുക്ക് സ്കൂളും ഇല്ല ഓഫീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുത്തിട്ട് പോകാം. കുറേ കാലമായില്ലേ ഓണാഘോഷമൊക്കെ ആഘോഷിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഓണാഘോഷം ആഘോഷിച്ചിട്ട് വർഷങ്ങളായി. എന്താ പറയുക, സ്കൂളിലൊക്കെയാണ് ഞാൻ ഓണാഘോഷം ആഘോഷിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ മെമ്മറീസ് പോലെ ഇതിലൊന്നും നോക്കരുത്, ഇതൊക്കെ കാലിയാണ്. ഒക്കെ വാങ്ങും പാത്രങ്ങളൊക്കെ വെച്ചതാ. ഒക്കെ ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ പ്രേരണ വീഡിയോ എടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് തോന്നിയത്. അപ്പോൾ അതൊക്കെ കറിക്കൊക്കെ മുറിച്ച് വെച്ചു. ഇതിലാവട്ടെ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ മസാലക്കറിയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ഏറ്റവും കൂടുതൽ ഈ സദ്യ വിഭവത്തിൽ വരുന്നത് ഇഷ്ടമുള്ളത് മസാലക്കറിയാണ്. ഇനി അതും പറ്റും കുളമായി എൻ്റെ ദൈവമേ പറഞ്ഞിട്ട് പേര്. അപ്പോൾ പിള്ളേർ 2 ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്. ഞാൻ മെഷീനൊക്കെ വാങ്ങി. എനിക്ക് നാത്തൻ മെഷീനൊക്കെ നല്ല രീതിയിൽ, നാത്തൻ മെഷീൻ കടയൊക്കെ ഉള്ളതാണ്. നാത്തനൊന്ന് റെഡിയാക്കി തന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് അത്യാവശ്യം ഷേപ്പാക്കാനും അത്യാവശ്യം ചെറിയ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങി. രണ്ടാളും നല്ല ഉറക്കത്തിലാണ്, രണ്ടാളും ഉറങ്ങാൻ രാത്രി നല്ലപോലെ വൈകിട്ടുണ്ടെന്ന് വെച്ചാൽ ദേവുട്ടി ഉറങ്ങാമെങ്കിൽ എൻ്റെ ദൈവമേ എനിക്ക് കരച്ചിൽ വരും. അതുവരെ അവൾ എന്നെ ഉറക്കില്ല. അപ്പോൾ പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ തൊട്ടിയൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ അത്തപ്പൂക്കളം ഇട്ടിരിക്കുകയാണ് കേട്ടോ. അത്തപ്പൂക്കളം നല്ല ചാണകം മെഴുകി അത്തപ്പൂക്കളം ഇട്ട്. ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ. ഓണം സ്റ്റാർട്ടായതുകൊണ്ടാണ് തോന്നുന്നു. ഓണത്തിന് മഴ എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ എന്തായാലും ബാക്കിയുള്ള പണികൾ നോക്കട്ടെ. അപ്പോൾ ഇനി വൈകാതെ നമ്മൾ ഈ അംഗനവാടിയിലൊക്കെ പോയിട്ടുള്ള ആഘോഷങ്ങളും അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. കുറേ നാളത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസും കൂടി ആയിരിക്കും എനിക്ക്. അപ്പോൾ പോയിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ.